നമസ്കാരം, റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ഡിയർ ഗായ്സ്, ദിസ് ഈസ് ദി ന്യൂസ് യു ആർ വെയിറ്റിംഗ് ഫോർ. യെസ്, ദിസ് ഈസ് ദി ബിഗ്ഗസ്റ്റ് ന്യൂസ്. സഞ്ജു സാംസണെ ഇന്ത്യൻ T20I ടീമിൻ്റെ നായകനായി പരിഗണിക്കുന്നു. ഇന്നലെ ശ്രേയസ് അയ്യറിന് സാധ്യത എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുണ്ടായിരുന്നു. അത് സൈൽ മൽഹോത്രയുടെ റിപ്പോർട്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ജാഗ്രൻ ന്യൂസിൻ്റെ റിപ്പോർട്ടർ അഭിഷേക് ത്രിപാഠി പല ന്യൂസുകളും ഈ സോഴ്സിൽ നിന്ന് നമ്മളെടുത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ശരിയായി വന്നിട്ടുമുണ്ട്. ആ സോഴ്സിലാണ് ഇന്ന് ഈ റിപ്പോർട്ട് കാണുന്നത്. വലിയ രൂപത്തിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ലോകത്ത് ഇത് ചർച്ചയായി മാറിയ ന്യൂസാണ്. സഞ്ജു സാംസണെ ഇന്ത്യൻ T20 ടീമിൻ്റെ നായകനായിട്ട് പരിഗണിക്കുന്നു. യെസ്, സൂര്യകുമാർ യാദവിനെ നായക സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സെലക്ടേഴ്സ് യുനാനിമസ്ലി അദ്ദേഹത്തെ റിമൂവ് ചെയ്യണം എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹത്തിന് അടുത്ത 2 സീരീസുകളിൽ കൂടി ചാൻസ് കൊടുത്തേക്കും എന്ന് പറഞ്ഞാൽ അയർലൻഡിനെതിരെയും ഇംഗ്ലണ്ടിനെതിരെയും അദ്ദേഹത്തെ ഒരു പക്ഷേ ക്യാപ്റ്റനായി വീണ്ടും വെച്ചേക്കാം. പക്ഷേ അങ്ങനെയെങ്കിൽ അവിടെ വൈസ് ക്യാപ്റ്റനായിട്ട് ഇന്ത്യൻ T20I ടീമിൻ്റെ വൈസ് ക്യാപ്റ്റനായിട്ട് സഞ്ജു സാംസണെയാണ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ സൂര്യയെ മാറ്റുകയാണെങ്കിൽ T20I ടീമിൻ്റെ നായകനായിട്ട് സഞ്ജു സാംസൺ വരും. ഇന്ത്യൻ ടീമിൻ്റെ മാനേജ്മെൻറ്റിന് സഞ്ജു സാംസണിന് വലിയ വിശ്വാസമാണ് എന്നാണ് ഇപ്പോൾ അഭിഷേക് ത്രിപാഠി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജാഗ്രൻ ന്യൂസിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകാം. അതിൽ പറയുന്നത്, ഇഫ് സൂര്യ steps aside, Sanju could become the T20 captain. സൂര്യയാണ് പുറത്തേക്ക് പോകുന്നെങ്കിൽ, സൂര്യയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് മാറ്റുകയാണെങ്കിൽ, അദ്ദേഹം അവിടെ നിന്ന് ഒഴിവാവുകയാണെങ്കിൽ സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റനാവും. ഹവവർ സെലക്ടേഴ്സ് ഈ കാര്യത്തിൽ, സൂര്യയെ റിമൂവ് ചെയ്യുന്ന കാര്യത്തിൽ ഇതുവരെ ഐക്യകണ്ഠേന ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ഡിസ്കഷൻസ് ഉണ്ടാകും. ഇംഗ്ലണ്ടിനെതിരെയും അയർലൻഡിനെതിരെയും സൂര്യക്ക് വീണ്ടും ഒരു ക്യാപ്റ്റനായിട്ടുള്ള അവസരം കൊടുക്കണമോ വേണ്ടയോ എന്ന്. ഇഫ് സൂര്യ ക്യാപ്റ്റൻ, സഞ്ജു കുഡ് ബി ദി ന്യൂ വൈസ് ക്യാപ്റ്റൻ. ഇനി സൂര്യ ക്യാപ്റ്റനായിട്ട് തുടരുകയാണെങ്കിൽ സഞ്ജുവിനെ പുതിയ വൈസ് ക്യാപ്റ്റനായിട്ട് പ്രഖ്യാപിക്കും. ടീം മാനേജ്മെന്റിന് സഞ്ജുവിൽ വിശ്വാസമുണ്ട്. അദ്ദേഹം T20 ടീമിൻ്റെ ക്യാപ്റ്റൻ, അദ്ദേഹം T20 ടീമിൻ്റെ ഭാഗമായിട്ട് നീണ്ടകാലമുണ്ട്. ദി ടീം മാനേജ്മെന്റ് ട്രസ്റ്റ് സഞ്ജു, ഹു ഹാസ് ബീൻ പാർട്ട് ഓഫ് ദി T20 ടീം ഫോർ എ ലോങ് ടൈം. സെലക്ടേഴ്സ് എന്തായാലും ശ്രേയസിനെ ഇപ്പോൾ ഡയറക്റ്റ്ലി ക്യാപ്റ്റനാക്കുന്നതിന് ഫേവർ ചെയ്യുന്നില്ല. നമുക്കറിയാം, ശ്രേയസ് ഇപ്പോൾ ഇന്ത്യൻ T20 ടീമിൻ്റെ ഭാഗമായിട്ടില്ല. അതുകൊണ്ട് നേരെ അങ്ങ് കൊണ്ടുവന്ന് ക്യാപ്റ്റനാക്കാൻ അവർക്ക് അത്ര താല്പര്യമില്ല. ഏതായാലും ഇപ്പോൾ ശ്രേയസ് ടീമിലേക്ക് വരുമോ, ആരുടെ സ്ഥാനത്ത് ശ്രേയസ് ടീമിലേക്ക് വരും, ഈ കാര്യത്തിലൊന്നും ഇപ്പോൾ ഒരു തീരുമാനം പോയിട്ടില്ല. അതുകൊണ്ട് സഞ്ജു സാംസണിനാണ് ഇന്ത്യൻ T20I ടീമിൻ്റെ നായകനാവാനുള്ള സാധ്യതയേറെ എന്ന് അഭിഷേക് ത്രിപാഠി റിപ്പോർട്ട് ചെയ്യുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.